ആലുവ മൂന്നാർ രാജപാത വനം വകുപ്പാണ് കയ്യേറിയതെന്നും റോഡിനായി സമരം ചെയ്തവർക്കെതിരെ ചുമത്തിയത് കള്ളക്കേസാണെന്നും കേരള കോൺഗ്രസ് നേതാവ് പി.ജെ. ജോസഫ് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് നടന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലുവ മൂന്നാർ രാജപാത വനം വകുപ്പാണ് കയ്യേറിയതെന്നും റോഡിനായി സമരം ചെയ്തവർക്കെതിരെ ചുമത്തിയത് കള്ളക്കേസാണെന്നും കേരള കോൺഗ്രസ് നേതാവ് പി.ജെ. ജോസഫ് പറഞ്ഞു. ഈ വഴി തീർച്ചയായിട്ടും വികസിപ്പിക്കാൻ കഴിയും. ഇത് PWD ആസ്തിയിലുള്ള വഴിയാണെന്ന് പല കാലത്തും രേഖകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഫോറസ്റ്റ് വകുപ്പ് ഇതൊരു കയ്യേറ്റം നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ റോഡ് തുറന്നു കൊടുക്കണമെന്നുള്ള ആവശ്യം ഈ മേഖലയിലുള്ള ജനങ്ങളുടെയാണ്. ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പല വർഷങ്ങൾ നടത്തിയിട്ടുണ്ട്. കാൽനടയായ അഭിമന്യൻ പുന്നക്കൂട്ടിൽ പിതാവോടെ യാത്രികൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുകയാണ് വനം വകുപ്പ്. കോതമംഗലം രൂപത മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരെ വനം വകുപ്പ് എടുത്ത കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് നടന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ ആവശ്യം സാധിച്ചു കൊടുക്കും വരെ സമരരംഗത്ത് ഉണ്ടാകുമെന്നും പി.ജെ. ജോസഫ് കൂട്ടിച്ചേർത്തു. ഉപവാസ സമരത്തിൽ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനും മുൻ MP-യുമായ അഡ്വക്കേറ്റ് P.C. തോമസ്, എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്, സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ജോയ് എബ്രഹാം, ഡെപ്യൂട്ടി ചെയർമാൻമാരായ ടി.യു. കുരുവിള, അഡ്വക്കേറ്റ് കെ. ഫ്രാൻസിസ്, ഡെപ്യൂട്ടി ചെയർമാൻമാരായ മുൻ MLA ടി.യു. കുരുവിള, അഡ്വക്കേറ്റ് കെ. ഫ്രാൻസിസ് ജോർജ്, അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ്, എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്